ആരംഭിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം കുട്ടിമോൻ സാർ പറഞ്ഞതുപോലെ ദുർമന്ത്രവാദം സമൂഹത്തിന് ആപത്ത് എന്ന വിഷയമാണ്. വളരെ കാലിക പ്രസക്തമായ ഈ വിഷയം സമൂഹത്തിന്റെ മുമ്പിൽ വളരെ ധൈര്യത്തോടുകൂടെയും നട്ടലോടുകൂടെയും പറയാനുള്ള ആർജവം ഈ പ്രസ്ഥാനത്തിന് മാത്രമാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടന്ന വളരെ നിഷ്ഠൂരവും വളരെ മുസ്ലിം സമൂഹത്തിന് തന്നെ അപമാനകരവുമായ ഒരു സംഭവം. ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ സമുദായത്തിലെ ഒരു കുടുംബവും അതുപോലെ തന്നെ ആ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഉണ്ടാക്കി തീർത്ത ഇത്രയും വൃത്തികെട്ട സമൂഹത്തിന് ഉണ്ടാക്കി തീർത്ത അപമാനം ചില്ലറയൊന്നുമല്ല. എന്താണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ സംസാരവും പ്രസംഗവും ഈയിടെയായി നമ്മൾ കേൾക്കാനിടയായി. അവിടെയുള്ള ജമാഅത്തുകളിലെ പള്ളി ജമാഅത്തുകളിലെ ആളുകൾ ഈ കാര്യം പറയാൻ ജനങ്ങളുടെ മുമ്പിൽ ബോധവൽക്കരണം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വരികയും ഞങ്ങളുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് അവിടെയുള്ള ആളുകൾ വിളിക്കുകയും എന്നിട്ട് ഈ സമുദായത്തിന്റെ ഈ ബോധവൽക്കരണ പ്രക്രിയയിൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ കാര്യം ചെയ്യാൻ കേരള സമൂഹത്തിൽ കഴിയൂ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേട്ടപ്പോൾ നമ്മുടെ പ്രബോധക സംഘത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഭയാനകവും. കാരണം വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം കേരളത്തിൽ നടത്താൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ സലഫി പ്രസ്ഥാനം എന്ന പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി. മുജാഹിദ് പ്രസ്ഥാനത്തോട് യാതൊരു അനുഭാവം വെച്ചു പുലർത്താത്ത ആളുകളാണവർ. പക്ഷെ അവർക്കറിയാം, അവർ മനസ്സിലാക്കി, ഇക്കണ്ട കാലം ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ എതിർത്തിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ കൺമുന്നിൽ ഇത്രയും ഭയാനകവും അപമാനകരവും നിഷ്ഠൂരവുമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മതത്തിന്റെ പ്രതിച്ഛായ നൽകുകയും ഞങ്ങളിൽ നിന്ന് നിരാലംബയായ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എന്നവർ മനസ്സിലാക്കി എന്നതാണ് വസ്തുത. ഒരു ഭാഗം ആളുകൾ ഭക്തിപ്രസ്ഥാനമായി നടക്കുകയും ജനങ്ങളെ യഥാർത്ഥത്തിൽ ചില ആരാധനാക്രമങ്ങളിൽ മാത്രം തളച്ചിടുകയും ചെയ്യുന്ന പ്രബോധക സംഘങ്ങൾ കേരളത്തിലുണ്ട്. തൗഹീദുമായോ ശിർക്കുമായോ ഇത്തരം അന്ധവിശ്വാസ അനാചാരങ്ങളുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയാറില്ല. രാഷ്ട്രീയവുമായി മതത്തെ കൂട്ടിക്കുഴച്ച് അത്തരത്തിൽ രാഷ്ട്രീയവൽക്കരണം നടത്തിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ വൈകാരികമായ അവസ്ഥകളെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളെ മാസ്മരിക വലയത്തിലകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഘടനകളും കേരളത്തിലുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഇതിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് ആയുധങ്ങളില്ലാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രം കൈമുതലായിക്കൊണ്ട് ഭൗതികമായ ഒരു ലക്ഷ്യവുമില്ലാതെ വളരെ ആത്മാർത്ഥമായി ജനങ്ങളോട് പറയുന്ന ഏക കാര്യം, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങി വരണം. നിങ്ങളുടെ ഭൗതികവും മതപരവുമായ പ്രശ്നങ്ങൾക്കുള്ള മുഴുവൻ പരിഹാരങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമാവുകയും ദൈവേതരോടുള്ള പ്രാർത്ഥനകളിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞ് ഏകനായ സൃഷ്ടാവിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരേണ്ടതുണ്ട്. അവനാണ് നിങ്ങൾക്കുള്ള മാർഗദർശനം നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശിയുടെ അനുഗ്രഹത്തിന് വേണ്ടി സൽപാന്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ബഷീറും വനദീറുമായി മാർഗദർശകനും മുന്നറിയിപ്പുകാരനുമായി സന്തോഷവാർത്ത നൽകുന്നതുമായി ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രവാചകന്റെ മാർഗം അവലംബിക്കുകയും ആ പ്രവാചക മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ആ പ്രവാചകനിലാണ് ഉത്തമ മാതൃകയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കെ ആ മാർഗത്തിലേക്ക് തിരിഞ്ഞു വരികയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് കേരളത്തിലെ ജനതയോട് പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ
വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും മാർഗമാണ് അവലംബിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യുകയും അതിലൂടെ നിങ്ങൾ ചരിക്കുകയും ചെയ്യുകയല്ലാതെ പുരോഹിതന്മാരുടെയോ പൗരോഹിത്യത്തിന്റെയോ കരങ്ങളിൽ നിന്ന് മോചനം നേടണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് ഐഹികവും പാരത്രികവുമായ മോചനം സാധ്യമല്ല എന്ന് ഒരു നൂറ്റാണ്ട് കാലം ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം ചെയ്തതിന്റെ അനന്തരഫലമാണ് ഈ അംഗീകാരം എന്നുകൂടെ നാം മനസ്സിലാക്കുന്നു. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിരലിലെണ്ണാവുന്ന ആളുകളുമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് പടർന്നു പന്തരിച്ചിരിക്കുകയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ സംഘടനയ്ക്കകത്തും പുഴുക്കുത്തുകൾ പ്രവേശിക്കുകയുണ്ടായി. നമ്മൾ അറിയാതെ തന്നെ ഈ സംഘടനക്കകത്ത് അവർ പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ സംഘം രൂപീകരിച്ചത്, ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോണിലേക്ക് ഇതിനെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ വളരെ കൃത്യമായി ഈ രംഗത്തെ മനസ്സിലാക്കാൻ പ്രയാസത്തോടു കൂടിയാണെങ്കിലും നമ്മുടെ നേതൃത്വത്തിന് കഴിയുകയും വളരെ സംയമനത്തോടും അതുപോലെ തന്നെ സ്ഥിരചിത്തതയോടും അതുപോലെ തന്നെ വളരെ ഉൾക്കാഴ്ചയോടും അതുപോലെ നസീഹത്തോടും കൂടെ വ്യതിയാനം സംഭവിച്ച ആളുകളെ പ്രസ്ഥാനത്തിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും വീണ്ടും അതിലേക്ക് തന്നെ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും മാർഗത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം അവലംബിക്കുകയും ചെയ്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ പിടികളിൽ നിന്നും വിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും കാഴ്ചപ്പാടിൽ നിന്നും ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ഊരിച്ചാടി പുറത്തേക്ക് പോവുകയും അതിനോടൊപ്പം കുറച്ചാളുകൾ കൂടുകയും ഈ പ്രസ്ഥാനത്തെ നാല് ഭാഗവും നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ച് ഈ പ്രസ്ഥാനത്തെ എതിർക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള അവർക്കറിയാം കേരളക്കരയിൽ വിഭിന്ന പ്രസ്ഥാനങ്ങളും വിഭിന്ന സംഘടനകളും വിഭിന്ന രീതിയിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഈ ആദർശത്തെ എതിർത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം പരാജയത്തിന്റെ രുചി മനസ്സിലാക്കുകയും കീഴടങ്ങുകയും ചെയ്ത ചരിത്രമാണുള്ളത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പുതിയ ചില അടവുകളും പുതിയ ചില തന്ത്രങ്ങളുമായിട്ടാണ് ഈ കൂട്ടർ ഈ ഭാഗത്ത് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. പല പേരുകളിലും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ജിന്നുബാധയും പിശാച്ചുബാധയും ജിന്നു സേവയും അതുപോലെ തന്നെ ദുർമന്ത്രണങ്ങൾക്കും പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണകൾ നൽകി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ സംഘടന വളരെ ശക്തമായി അവരെ നേരിടുകയാണ് ചെയ്തത്. ആ കാര്യത്തിന് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിൽ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഈ സംഘത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ലേഖനങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കുകയും ജനങ്ങൾ അത് വളരെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ താറടിച്ചു കാണിക്കാൻ പണ്ഡിതരെന്നും മുഹദ്ദിസുകളെന്നും അവകാശപ്പെടുന്ന ചില ആളുകൾ നടത്തിയ കുപ്രചരണങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ അന്തിച്ചു പോകും. അത്തരത്തിൽ അപകടകരമായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുകയാണ് തുടക്കത്തിൽ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഞാൻ കേൾപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെയുള്ള ചില പണ്ഡിത വേഷധാരികൾ ചില കേന്ദ്രങ്ങളിലേക്കും പിശാച്ചുബാധയും ദുർമന്ത്ര കേന്ദ്രങ്ങളിലേക്കും പറഞ്ഞയച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അതിന് ശക്തിയായി ആഞ്ഞടിച്ചു. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രസിദ്ധീകരണത്തിലെ ഉദ്ധരണികളെ എടുക്കുകയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുകയും ഉരുണ്ടുമറിയുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ ചില പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങളത് കേൾക്കാൻ സന്മനസ് കാണിക്കണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളിലേക്ക് വേണ്ടി ഞാൻ ചില ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വിചിന്തനത്തിൽ അബ്ദുൽ മജീദ് സലാഹി എഴുതിയ ഒരു ലേഖനത്തെ കോട്ടിമാറ്റി അതിലുള്ള യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കരുത് എന്ന് കരുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മുഹദ്ദിസിന്റെ പ്രഭാഷണമാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളത് ശ്രവിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ ആ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്.
അതിന്റെ പേരാണ് റുഖിയ ശർഇയ്യ. പാകപ്പാടെ ബേജാറുണ്ടാക്കുന്ന സംഗതി. അത് വേണ്ടിട്ട് അപ്പൊ ജിന്നുമുക്ക് ചാടിയത് യാ ഇബാദല്ലാഹ് മത്തൻഷാക്ക് പിന്നെ വാർത്തത്തിൽ നമുക്ക് വിശദീകരിക്കാം. അതിന് സമയം കഴിച്ചാകാൻ വേണ്ടി മാത്രം എടുത്തിട്ടതാണ് യാ ഇബാദല്ലാഹ്. അപ്പൊ ഇതുമെന്നാണ് കൂട്ടി ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരും എല്ലാവരും ഇതുമെ തന്നെ പിടിക്കുക. ഇതുമെ തന്നെ ഒരുപാട് പഠിക്കാനും ചർച്ച ചെയ്യാനുമുണ്ട്. പെട്ടെന്ന് കഴിച്ചാകുന്നില്ല. കാരണം വ്യക്തമായ ഹദീസ് നിഷേധവും ഹദീസിൽ വന്ന പരമാർത്ഥങ്ങളെ പച്ചയായി നിഷേധിക്കുന്ന പ്രവണതകളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിചിന്തന എടുത്തു വെച്ചത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിചിന്തനം. ഇനി ഇത് വല്ലാണ്ട് കായലവാക്കിക്കൊള്ളൊന്നുമില്ല. അതുകൊണ്ടോ കേട്ടോളി. ഒന്നാമത്തെ ലേഖനം വിചിന്തനത്തിലെ മുഖലേഖനാണ്. കാര്യപ്പെട്ട സാഹിത്യം എഴുതുന്ന ഒരാളുണ്ട്. ഇവർക്ക് സാഹിത്യം അറിയുള്ളൂ. ഇനി ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലായോ ഇല്ല എന്നും വിഷയമല്ല. മൂപ്പര് കേതാള് മൂപ്പര് എഴുതും. അങ്ങനെ എഴുതുകയാണ്. അബ്ദുൽ മജീദ് സ്വലാഹി എന്നാണ് പേര്. കേട്ടോളി. രോഗം വന്നാൽ ചികിത്സയും അതോടൊപ്പം അള്ളാഹുവിനോട് ശമനത്തിനായി പ്രാർത്ഥിക്കുന്നതും ഉപേക്ഷിച്ച് കപട ആത്മീയതയുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുകയോ അവിടേക്ക് പോകാൻ ഉപദേശിക്കുന്ന പ്രവണതയോ ആണ് ചില പണ്ഡിത വേഷധാരികളിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ ആരും പോകാൻ പറഞ്ഞിട്ടില്ല. സക്കറിയ സലാഹിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമുണ്ട്. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു കാര്യം മാത്രം. എല്ലാവരും അങ്ങോട്ട് പോയിക്കോളി ഇങ്ങോട്ട് പോയിക്കോളിയും. അപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ കാഞ്ഞങ്ങാട് വെച്ച് പറഞ്ഞൊരു വിഷയമുണ്ട്. ഇവിടെ യാസർ ഹലോ അസ്സലാമു കേട്ടില്ലേ? അത് ക്ലിപ്പ് കേട്ടെങ്കിൽ യെസ് എന്നടിക്കാം. യെസ്. ഇവിടെ യഥാർത്ഥ കേന്ദ്രങ്ങളിലേക്കും വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും പറഞ്ഞയക്കുന്ന ചില പണ്ഡിത വേഷധാരികൾ ഉണ്ട് എന്നാണ്. ആ ചില പണ്ഡിത വേഷധാരികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കാളെ പിടികിട്ടി. ഇത് പറയുന്നത് പിന്നെ ഫളുൽ ഹഖ് ഉമരി എന്ന് പറയുന്ന ജിന്നുവാരികളുടെ കൂട്ടത്തിൽപ്പെട്ട മുഹദ്ദിസ് എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഖുർആൻ ഹദീസൊക്കെ ഏതാണ്ട് മനസ്സിലായ കൂട്ടത്തിലാണ്. പക്ഷെ ഇത്തരത്തിൽ ആളുകൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. അബ്ദുൽ മജീദ് സലാഹി കൃത്യമായിട്ട് എഴുതി. എന്ത്? ചില പണ്ഡിത വേഷധാരികൾ, ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ചില പണ്ഡിത വേഷധാരികളുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന് തൊട്ടടുത്ത അദ്ദേഹത്തിന് ആളെ പിടികിട്ടി. സക്കരിയ സലാഹിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് അയാളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മറ്റെല്ലാവരും പറഞ്ഞയക്കാണ് എന്ന് കരുതരുത്. സക്കരിയ സലാഹിയുമായി ബന്ധപ്പെട്ടത് എന്താണ് വിചിന്തനത്തിൽ എഴുതിയത്? ആത്മീയ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുന്ന ചില പണ്ഡിത വേഷധാരികളുണ്ട് എന്നാണ്. ആ ചില പണ്ഡിത അതെ അബ്ദുൽ ഹഖ് സുല്ലമിയുടെ മകൻ ആ അബ്ദുൽ വളരെ കൃത്യമായിട്ടാണ്, ഒരു കളവുമില്ലാതെ വളരെ കൃത്യമായിട്ടാണ് ആ കാര്യം എഴുതിയത്. സക്കരിയ സലാഹിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സാ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് റുഖിയ ശർഇയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അദ്ദേഹം ചെയ്ത റുഖിയ ശർഇ എന്താ? അദ്ദേഹം ലാപ്ടോപ്പ് വെച്ചു, അതുപോലെ തന്നെ ചെവി കുത്തി കൊടുത്തു, എന്നിട്ട് കുറെ ഉഖ്റുജാത് വല്ല പറഞ്ഞു. ുള്ളത് ഇവിടെ ഹിഫ്സുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യനുണ്ട്. ആ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് ഈ ഉപദേശം ചെയ്ത ഇത്തരം പണ്ഡിത വേഷധാരികൾക്കെതിരിൽ കേരള ജമിയത്തുൽ ഉലമ നടപടിയെടുത്തതാണ്. ഇത്തരം മന്ത്രവാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ആളുകൾക്കെതിരിൽ നടപടിയെടുത്തതിന്റെ പേരിലാണ് ഈ പറയുന്ന മനുഷ്യനടക്കം നിരവധി ആളുകൾ സക്കരിയ സലാഹി പണ്ഡിതനാണ്, സക്കരിയ സലാഹി വാദപ്രതിവാദം നടത്തിയ ആളാണ്, അദ്ദേഹത്തിനെതിരിൽ നടപടിയെടുത്തത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിട്ട ആളുകളാണ് പറയുന്നത്. അയാൾക്കെതിരിൽ എഴുതുമ്പോൾ അത് ജൂദായിസം എന്നാണ് ഇവർ പറയുന്നത്. അദ്ദേഹം ചെയ്ത തിന്മകൾ എന്ത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെ പിന്തുണക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് നമ്മൾ യായ്പാറുള്ള വിട്ട് റുഖിയ ശർഇയിലേക്ക് മടങ്ങി വരണം. അത് കുറച്ച് നമുക്ക് ഏറ്റവും അധികം വിജയിക്കാൻ പറ്റുന്ന കേന്ദ്രം, വിജയിക്കാൻ പറ്റുന്ന വിഷയം അത് റുഖിയ ശർഇയാണ് എന്നാ. അതുകൊണ്ട് അതിലേക്ക് തന്നെ വരണം. അതിവന്ന് നിങ്ങൾ വിടരുത് എന്നാണ് ഇയാൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. എന്നിട്ട് അബ്ദുൽ മജീദ് സലാഹി എഴുതിയ ലേഖനത്തെ ഇയാൾ ഇനി വിമർശിക്കുന്നത് നോക്കൂ. അബ്ദുൽ മജീദ് സലാഹിയെ ഇയാൾ വിശേഷിപ്പിക്കുന്നത് ജൂതൻ എന്നാണ്. അബ്ദുൽ മജീദ് ഇങ്ങനെ ചില കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്നും അത് തെറ്റാണെന്നും അത് കരുതിയിരിക്കണമെന്നും പറഞ്ഞ അബ്ദുൽ മജീദ് സലാഹിയെ ഇയാൾ വിശേഷിപ്പിക്കുന്നത് ജൂതൻ എന്നാണ്.
ജൂതനെന്ന് നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഇയാൾ വിശേഷിപ്പിക്കുന്നത്. അതുകൂടെ നിങ്ങൾ കേൾക്കണം. ബാക്കി ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചത്ര, എന്റെ വാപ്പ അബ്ദുൽ സുല്ലമി സ്ഥലം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട. അപ്പൊ ആ സ്ഥലത്തെന്തോ ഈ ജിന്ന് പ്രകൃതി പിശാചിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, എന്താണ് അതിന്റെ വസ്തുത എന്ന് വാപ്പാട് വിളിച്ചു ചോദിച്ചു. വാപ്പ സംസാരിക്കാൻ പോലും വയ്യാണ്ടിരിക്കുന്നത്. ആശ്രമത്തിനോട് ചോദിക്കുന്നത്, ആശ്രമത്തിന്റെ നമ്പർ കൊടുത്തു. ഇത് എന്തിനാ പ്രചരിപ്പിക്കുന്നത്? അങ്ങോട്ട് പറഞ്ഞയച്ചു, ഇയാൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, 4 പോയി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതൊന്ന് പരന്നോളും കേരളത്തിൽ. അപ്പൊ ഈ പറഞ്ഞയക്കണ ഒരുപാട് എല്ലാവർക്കും ഉണ്ടെന്ന് പ്രചരിപ്പിക്കാനാണ്. അങ്ങനെ യാസറിനെ വിളിച്ചതാണ്, യാസർ മദനിനെ. അപ്പൊ യാസർ മദനി പറഞ്ഞു പോലും അവിടെ ഹാറൂത്തും മാറൂത്തും ഉണ്ട്, സ്ഥലം വാങ്ങണ്ടാണ്. അത് മലക്കാ. ഹാറൂത്തും മാറൂത്തും ജിന്നു ചെയ്താറൊന്നല്ല. ഇതിങ്ങനെ പറഞ്ഞായിട്ട് പ്രചരിപ്പിക്കുക, എന്തൊക്കെ ഒരു തരം വിശ്വാസം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കുക, ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കുഴക്കുക, ഹക്കും ബാത്തിനും കൂട്ടിക്കുഴക്കുക. ജൂതന്മാരുടെ അല്ല ചോദിച്ച ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, അറിഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാ സത്യത്തെ അസത്യം കൊണ്ട് മൂടുന്നത്? ആ ചോദ്യം വന്ന ജൂതന്മാരോട് ചോദിച്ചാൽ അത് അന്നും ഖുർആനിലുണ്ട്, എന്നും ഖുർആനിലുണ്ട്. ആ നിയമം അന്നും ബാധകമാണ്, ഇന്നും ബാധകം. അടുത്തൊരു വരി കൂടി കേട്ടോ നിങ്ങൾ. ഇത് കേൾക്കാൻ കോലം എന്റെ സാലേക്കും എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ജൂതനാണെന്ന് നെറ്റിമെഴുതി വെച്ചിട്ട് ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. വൈദ്യശാസ്ത്രത്തിലൂടെയും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ചികിത്സകൾ കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോകരുത് എന്നാണ്. അല്ലാതെ റുഖിയ ശറിയ നടത്തരുതെന്നല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് പഠിപ്പിച്ച പ്രാർത്ഥനകൾക്കാണ് റുഖിയ ശറിയ എന്ന് പറയുന്നത്. ഇതില്ലാതെ ആത്മീയ കേന്ദ്രത്തിലേക്ക് പോകരുത്. അത് പറഞ്ഞയച്ച ആളുണ്ടോ? ഉണ്ട്. ജിന്നൂരയുടെ കൂട്ടത്തിൽ ആരാളുള്ളത്? സക്കരിയ സലാഹിന്റെ ജിന്ന് അടിച്ചിറക്കിയ ആളാരുണ്ട്? ജമാൽ ചെറുവാടി ഉണ്ട്. ഇനിയും പറഞ്ഞും അറിയപ്പെടാതെയും ചെയ്യുന്ന ഒരുപാട് ജിന്നടിച്ചൽ കേന്ദ്രത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് ഇവർ പറഞ്ഞയക്കുന്നുണ്ട്, ഇവർ അടിച്ചിറക്കുന്നുണ്ട്. ഈ ഇതിനെതിരിൽ വിചിന്തനം മാസിക എഴുതിയപ്പോൾ അതിനെതിരിൽ പ്രവർത്തിക്ക അത് അയാൾ എഴുതിയവൻ ജൂതൻ. അങ്ങനെ ഒരു സെക്രട്ടറി ഇങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് മാത്രം ബാധകമാണ്. അങ്ങനെ അയാൾക്ക് മാത്രം ബാധകമാണെങ്കിൽ ഈ എഴുത്തും അയാൾക്ക് മാത്രം ബാധകമാകണ്ടേ? അബ്ദുൽ മജീദ് സലാഹി എഴുതിയ എഴുത്ത് അയാളിൽ മാത്രം ബാധകമാണ്. ചില പണ്ഡിത വേഷധാരികൾ എന്ന് പറഞ്ഞതിന് ഇവരെന്തിനാ ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് ഫضലക്ക് ഉമരി ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് ഹുസൈൻ സലഫി ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് ഫൈസൽ മുസ്ലിയാർ ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് ബാരിശ്ശേരി ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ്? ഇത്തരത്തിലുള്ള പണ്ഡിത വേഷധാരികൾക്കെതിരിൽ ശക്തമായി രംഗത്തിറങ്ങണമെന്ന് അതാണ് അബ്ദുൽ മജീദ് സലാഹിയും KNMന്റെ മുഖപത്രവും ജനങ്ങളോട് പറഞ്ഞത്. അതാണ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയതാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ പുറകെ നിങ്ങൾ നിൽക്കരുത്. ഇവരോ അത് എഴുതിയ ആൾ ജൂതൻ, അത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആൾ ജൂതൻ. അയാൾ പറഞ്ഞതാണെങ്കിലോ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച പ്രാർത്ഥനകളും ആധുനിക നിർദ്ദേശിച്ച ചികിത്സാ രീതികളും അതാണ് നാമടത്തികളും അതെന്താ? അവര് പറഞ്ഞു തരണം.
അവിടേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എന്ത് ജൂദായിസം എന്ന് പറയുന്നത്. നോക്കണം നിങ്ങൾ, ജനങ്ങളെ ഇവർ യഥാർത്ഥത്തിൽ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇതൊന്നും ഇറങ്ങി പ്രസംഗിക്കട്ടെ. ഇപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊല്ലം ജില്ലയിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ? അടിച്ചിറക്കലും ചങ്കിൽ ചവിട്ടലും തൊഴിച്ചിറക്കലും ചെയ്യലാണ് യഥാർത്ഥത്തിൽ റുഖിയ ശറയ്യ എന്ന് ഇവർ പിന്താങ്ങിയ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുകയാണ്. സക്കരിയ സലാഹി കൃത്യമായിട്ട് അൽ ഇസ്ലാഹി മാസികയിൽ എഴുതി, അടിച്ചിറക്കാമെന്ന് കുവൈത്തിൽ നിന്നുള്ള ഇവരുടെ വിസ്ഡം ഇറക്കുന്ന പുസ്തകത്തിൽ നേതൃത്വത്തിൽ ഇറങ്ങുന്ന പുസ്തകത്തിൽ വേണമെങ്കിൽ രോഗിക്ക് ക്രിമിനൽ കേസാണ്. ഇവർക്ക് മതത്തിന്റെ പിൻബലമുണ്ടോ? വിശുദ്ധ ഖുർആനിലെയോ തിരുസുന്നത്തിലെയോ ഒരു ഹദീസും ഒരു ആയത്തും ഉദ്ധരിച്ചുകൊണ്ട് രോഗികളെ ജിന്നുബാധയാണെന്നതിന്റെ പേരിൽ അടിച്ചിറക്കാൻ തെളിവുണ്ടായിട്ടാണല്ലോ ഇവർ എഴുതിയത്. എവിടെയാണ് ആ തെളിവ്? ഞങ്ങൾ ചോദിക്കുന്നു. എവിടെയാണ് നിങ്ങൾക്ക് അടിച്ചിറക്കാൻ തെളിവ്? നിങ്ങൾ ഇസ്ലാം മാസികയിൽ എഴുതി. നിങ്ങൾ വിസ്ഡത്തിന്റെ പേരിൽ ഇറക്കുന്ന വിസ്ഡം എന്ന് പറയുന്ന മന്ത്രവാദി സംഘത്തിനോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജിന്നുകളുണ്ട് എന്ന ബാധയാണ് എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ അല്ലെങ്കിൽ കുട്ടികളെ അടിച്ചിറക്കാൻ നിങ്ങൾക്കുള്ള പ്രമാണം എന്ത്? അത് ചോദിക്കുന്നവരെ ജൂതൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുദ്രയടിച്ചിട്ട് കാര്യമില്ല. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ പ്രവർത്തിക്കുന്നവരെ വിമർശിക്കുമ്പോൾ അയാളെ ജൂതൻ എന്ന് വിളിക്കുക നിങ്ങൾ. അതാണ് ജിന്നുവാരികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊക്കെ ഉമ്മരിയെ പോലെയുള്ള കുറച്ചൊക്കെ ഖുർആനും ഹദീസും തിരിയുന്ന ഇത്തരത്തിൽ ളുടെ വായിൽ നിന്ന് വരിയിരുന്ന ബാക്കി പണിക്കാരുണ്ട്. അത് തെറ്റാണ്. അതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവരികയാണ്. തെറാപ്പി, ഹദീസ് തെറാപ്പി എന്നൊക്കെ പേരിട്ട് യുവാക്കൾ നടത്തുന്ന ക്ലിനിക്കുകളിലാണ് ജനപയം കൊണ്ടുവരികയാണ്. കാരണം ഖുർആൻ തെറാപ്പി എന്നൊക്കെ ഇട്ട് ഇതാ KM മൗലവി ചെയ്തത്. ഇത് നമ്മൾ വിശദീകരിച്ച് തുറന്നിട്ട് കൊടുത്തു ആളുകൾക്ക്. ഇതാ ചെയ്തത് നമ്മൾ ചെയ്ത തെറ്റ്. ഓനെ വിട്ടാൽ ശരിയാവൂല. അത് നമ്മുടെ അതിന്റെ പേരാണ് റുഖിയ ശറഇയ്യ. പാകപ്പാടെ ബേജാറുണ്ടാക്കുന്ന സംഗതി.
അതിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് അപ്പൊ ജിന്നുമൊക്കെ ചാടിയത് യാഹിബാദുള്ള മത്തൻഷാലൊക്കെ പിന്നെ വാർത്തത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ സമയം കഴിച്ചിലാകാൻ വേണ്ടി മാത്രം എടുത്തിട്ടതാണ് യാഹിബാദല്ല. ഇപ്പൊ ഇതുമെന്നെ കുട്ടി ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വരും എല്ലാവരും ഇതുമെ തന്നെ പിടിക്കാം. ഇതുമെ തന്നെ ഒരുപാട് വിശദീകരിക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനുമുണ്ട്. പെട്ടെന്ന് കഴിച്ചിലാകുന്നില്ല. കാരണം വ്യക്തമായ ഹദീസ് നിഷേധവും ഹദീസിൽ വന്ന പരമാർത്ഥങ്ങളെ പച്ചയായി നിഷേധിക്കുന്ന പ്രവണതകളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിചിന്തകനാൽ എടുത്തു വെച്ചത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിചിന്തനം. ഇനി ഇത് വല്ലാണ്ടത്തെ കായലവാക്കിക്കൊള്ളൊന്നുമില്ല. കണ്ടോ കേട്ടോളി. ഒന്നാമത്തെ ലേഖനം വിചിന്തനത്തിലെ മുഖലേഖനാണ്. കാര്യപ്പെട്ട സാഹിത്യം എഴുതുന്ന ഒരാളുണ്ട്. ഇവർക്ക് സാഹിത്യം അറിയുള്ളൂ. ഇനി ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലായോ അല്ല എന്നും വിഷയമല്ല. മൂപ്പർക്ക് എഴുതാള് മൂപ്പർ എഴുതും. അങ്ങനെ എഴുതാണ്. അബ്ദുൽ മജീദ് സ്വലാഹി എന്നാണ് പേര്. കേട്ടോളി. രോഗം വന്നാൽ ചികിത്സയും അതോടൊപ്പം അല്ലാഹുവിനോട് ശമനത്തിനായി പ്രാർത്ഥിക്കുന്നതും ഉപേക്ഷിച്ച് അബ്ദുൽ മജീദ് സ്വലാഹി എന്നാണ് പേര്. കേട്ടോളി. രോഗം വന്നാൽ ചികിത്സയും അതോടൊപ്പം അല്ലാഹുവിനോട് ശമനത്തിനായി പ്രാർത്ഥിക്കുന്നതും ഉപേക്ഷിച്ച് കപട ആത്മീയതയുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുകയോ അവിടേക്ക് പോകാൻ ഉപദേശിക്കുന്ന പ്രവണതയോ ആണ് ചില പണ്ഡിത വേഷധാരികളിൽ നിന്നുണ്ടാകുന്നത്. അബ്ദുൽ മജീദ് സ്വലാഹി എന്നാണ് പേര്. കേട്ടോളി. രോഗം വന്നാൽ ചികിത്സയും അതോടൊപ്പം അല്ലാഹുവിനോട് ശമനത്തിനായി പ്രാർത്ഥിക്കുന്നതും ഉപേക്ഷിച്ച് കപട ആത്മീയതയുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുകയോ അവിടേക്ക് പോകാൻ ഉപദേശിക്കുന്ന പ്രവണതയോ ആണ് ചില പണ്ഡിത വേഷധാരികളിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ ആരും ഇങ്ങോട്ടും ആരും പോകാൻ പറഞ്ഞിട്ടില്ല. സക്കറിയ സലാഹുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമുണ്ട്. അത് നമ്മൾ ആരും ഇങ്ങോട്ടും ആരും പോകാൻ പറഞ്ഞിട്ടില്ല. സക്കറിയ സലാഹുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമുണ്ട്. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു കാര്യം മാത്രം ആണ് ചില പണ്ഡിത വേഷധാരികളിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ ആരും ഇങ്ങോട്ടും ആരും പോകാൻ പറഞ്ഞിട്ടില്ല. സക്കറിയ സലാഹുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമുണ്ട്. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു കാര്യം മാത്രം. എല്ലാവരും അങ്ങോട്ട് പോയിക്കോളി ഇങ്ങോട്ട് പോയിക്കോളിയും. അപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ കാഞ്ഞങ്ങാട് എന്റെ വാപ്പ അബ്ദുൽ സംസാരിക്കാൻ പോലും വയ്യാണ്ടിരിക്കുന്നത്. വാപ്പ പറഞ്ഞിട്ട് യാസർ മദനിയോട് ചോദിക്കുന്നത് യാസർ മദന് നമ്പർ കൊടുത്തു. എന്തിനാ പ്രചരിപ്പിക്കുന്നത്? സക്കറിയ സലാഹി അങ്ങോട്ട് പറഞ്ഞയച്ചു, ഇയാൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. 4 വെടി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതൊന്നും പരന്നോളും കേരളത്തിൽ. അപ്പൊ ഈ പറഞ്ഞയക്കുന്ന ഏർപ്പാട് എല്ലാവർക്കും ഉണ്ടെന്ന് പ്രചരിപ്പിക്കാനാണ്. അങ്ങനെ യാസറിനെ വിളിച്ചിട്ടാണ് യാസർ മദനി. അപ്പൊ യാസർ മദനി പറഞ്ഞു പോലും അവിടെ ഹാറൂത്തും മാറൂത്തും ഉണ്ട്, സ്ഥലം വാങ്ങണ്ട. അത് മലക്കാ. ഹാറൂത്തും മാറൂത്തും ജിന്നു ശൈത്താനൊന്നല്ല. ഇതിങ്ങനെ പറഞ്ഞങ്ങോട്ട് പ്രചരിപ്പിക്കുക. എന്തൊക്കെ ഒരു തരം വിശ്വാസം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കുക. ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കുഴക്കുക. ഹക്കും ബാത്തിനും കൂട്ടിക്കുഴക്കുക. ജൂതന്മാരുടെ അല്ല ചോദിച്ച ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് അറിഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാ സത്യത്തെ അസത്യം കൊണ്ട് മൂടുന്നത്? ആ ചോദ്യം വല്ല ജൂത സത്യത്തെ അസത്യം കൊണ്ട് മൂടുന്നത്. ആ ചോദ്യം വല്ല ജൂതന്മാർ സാലിഹും ഇവിടെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? സത്യത്തെ അസത്യത്തും കൊണ്ട് മൂടിയോ? സക്കറിയ സലാഹി പിന്നെ അബ്ദുൽ മജീദ് സലാഹി വിചിന്തനം മാസികയിൽ കൃത്യമായിട്ട് എഴുതി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അത് ആ വൈദ്യശാസ്ത്രം പറഞ്ഞ ചികിത്സയ്ക്കും പുറമെ കപട ആത്മീയതയുടെ പിന്നാലെ പോകുന്നവരെ കരുതിയിരിക്കണം. അതാണ് അത് മനസ്സിലായി പറഞ്ഞത്. എന്നിട്ട് അതിന്റെ കൂടെ ഇയാൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. സക്കറിയ ചെയ്തിട്ടുണ്ട്, അത് അയാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സക്കറിയ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സക്കറിയ ചെയ്തെന്ന് മനസ്സിലായത്? കപട ആത്മീയ കേന്ദ്രത്തിലേക്ക് സക്കറിയ സലാഹി ആളെ പറഞ്ഞയച്ചില്ലേ? ഇതാണത്രേ പിന്നെ ലിമ തൽബിസൂനൽ ഹഖ വൽ ബാത്തിൽ എന്ന് പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് സത്യവും അസത്യവും കൂട്ടിക്കും. ഇവിടെ അറിഞ്ഞുകൊണ്ട് സത്യാസത്യം കൂട്ടിക്കൊഴിച്ചിട്ടില്ല. സത്യം മാത്രമാണ് അബ്ദുൽ മജീദ് സലാഹി പറഞ്ഞത്. സത്യം പറഞ്ഞ അബ്ദുൽ മജീദ് സലാഹി യഥാർത്ഥത്തിൽ ജൂതൻ. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള വരമേൽപ്പിക്കലും വൈദ്യശാസ്ത്രം നൽകിയ ചികിത്സക്കും പുറമെ ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി എന്ന് പറഞ്ഞതിലേക്ക് നിങ്ങൾ പോകരുത്, അതിലേക്ക് നിങ്ങൾ പോകരുത്. അതാണത്രേ റുഖിയ ശറയ്യ. എന്ത്? ഈ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഒന്നുമില്ലാതെ ഇവരുണ്ടാക്കിയ തെറാപ്പിന്റെ പേരാണ് ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി. അത് രണ്ടുമാണത്രേ റുഖിയ ശറയ്യ. ഇതന്നെയാണ് നമ്മളും ഇവരും തമ്മിൽ 2011 സെമിനാറിൽ പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഹദീസ് സെമിനാറിൽ ഞാൻ പ്രസംഗിച്ചാണ്. അന്ന് ജിന്നുവാരങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ഡിതന്മാർക്കെതിരിൽ ഇവർ ആഞ്ഞടിക്കുകയായിരുന്നു.
ഇതിൽപ്പെട്ട ഒരുപാട് പാപങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? അതിൽ പെട്ടുപോയി. ഹദീസ് സെമിനാർ നടത്തിയിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയതാ. ഇതേ പദം ഇയാള് ഈ വിചിന്തനം മാസിക എടുത്തിട്ട് ഇയാള് തിരുവനന്തപുരം ഹദീസ് സെമിനാറിൽ ഇയാൾ വായിക്കുന്നുണ്ട്. പക്ഷെ അതിലെന്ത് പറയുന്നില്ല? അയാൾ സക്കരിയ സലാഹിന്റെ കാര്യം മൂടി വെച്ചു. ആർക്ക് മനസ്സിലായി? സക്കരിയ സലാഹിന്റെ കാര്യം മൂടി വെച്ചിട്ട് പറഞ്ഞു, ആരാണ് നമ്മളുടെ കൂട്ടത്തിൽ ജിന്നുകളിലേക്ക് ഇത്തരത്തിൽ ആത്മീയ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് അവിടെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ ഈ പദം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. ഇവിടെ കാരണം അള്ളാഹുവിനറിയാം ഇത് ഒരു കാലത്ത് ഈ ജനങ്ങളെ സത്യം പറയുന്ന ഈ പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കുകയും കളവ് പറയുകയും ജൂതൻ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇവരുടെ യഥാർത്ഥത്തിലുള്ള നിറം ജനങ്ങൾക്ക് അവരുടെ വായിൽ തന്നെ അള്ളാഹു കൊണ്ട് വരുത്തി. എന്താ? സക്കരിയ സലാഹുമായി ബന്ധപ്പെട്ട ചില വിഷയമുണ്ട്, അത് അയാൾക്ക് മാത്രമാണ്. സക്കരിയ സലാഹുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായതുകൊണ്ടാണ് സംഘടന അദ്ദേഹത്തിന് നടപടിയെടുത്തത്. ആ നടപടിയെടുത്തത് തെറ്റായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ നടപടിയെടുത്തത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകളാണ്. എന്നിട്ടാണത്രേ ഇവർ പറയുന്ന ഖുർആനും അതുപോലെ തന്നെ ഹദീസിലും വന്ന പ്രാർത്ഥനകൾക്ക് പുറമെ അത് അംഗീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആധുനിക ചികിത്സാ രീതികൾ സ്വീകരിച്ചുകൊണ്ടും അതുകൊണ്ട് നിർത്തിയാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ഈ ഹദീസൊന്നും ഈ ഖുർആനും വിട്ടിട്ട് അത് കൂടാതെ ചില ഖുർആൻ തെറാപ്പിയും ചില ഹദീസ് തെറാപ്പിയും ഉണ്ട്. അല്ലെങ്കിൽ വേണ്ടതെന്താ? ഇവർ തെളിയിക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇവർ തെളിയിക്കണം ഹിഫ്സുർ റഹ്മാൻ ചെയ്തത് യഥാർത്ഥത്തിലുള്ള ഖുർആനിലും സുന്നത്തിലും പറഞ്ഞതാണ്. അതുപോലെ തന്നെ സക്കരിയ സലാഹി ചെയ്തത്, അല്ലെങ്കിൽ സക്കരിയ സലാഹി ഇസ്ലാം മാസികയിൽ എഴുതിയത്, അത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഇവർ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ സൂചിപ്പിച്ച എന്താണെന്നറിയോ? ഇവർക്ക് ഈ ദുർമന്ത്രവാദത്തിന്റെ ചികിത്സാ രീതികൾ നടത്തുന്നതിനെതിരിൽ പ്രസ്ഥാനം പരസ്യമായി രംഗത്ത് വരികയും ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള പണ്ഡിതന്മാർ വളരെ ശക്തമായി രംഗത്തിറങ്ങുകയും ചെയ്തപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയിടാൻ കുബൂരികൾ ചെയ്യുന്ന നടവാണ് ഇവർ പറ്റിയത്. കുബൂരികൾ എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി ഒരു വലിയ നിലയില്ലാത്തതായി. മുഅ്ജിസത്തിനെ നിഷേധിച്ചു, ഹദീസിനെ നിഷേധിച്ചു, തുടങ്ങി നിഷേധവും അപകീർത്തിപ്പെടുത്തലും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കാത്തവർ എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ മറകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് തടയുകയും പ്രസ്ഥാനത്തിന്റെ അകത്തുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കുബൂരികൾ സ്വീകരിച്ച നിലപാടാണ് ജിന്നൂരികൾ സ്വീകരിച്ചത്. പക്ഷേ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ അവരുടെ മൂർധാവിൽ വന്ന ഒരാണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ദുർമന്ത്രവാദത്തിനെതിരിൽ കേരള ജനതയും സർക്കാരും പ്രതികരിക്കുന്നതും പ്രമാണങ്ങളില്ലാതെ നട്ടം തിരിയുന്നതും അവർക്കേറ്റൊരു പ്രഹരം കൂടിയാണ്. ആ സമയത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പോ ജിന്നൂരികൾക്ക് ഖാമ എന്നൊരക്ഷരം ഉരിയാടാൻ കഴിയാത്ത അവസ്ഥ അവർക്ക് വന്നിരിക്കുകയാണ്. ഇനിയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകമുണ്ട്. കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞാൽ എന്താണ്? കേരള ജമിയത്തുൽ ഉലമ വളരെ കൃത്യമായിട്ട് ജിന്ന്, പിശാച്ച്, റുഖിയ ശറയ്യ എന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ 30ാമത്തെ പേജിൽ എഴുതുകയാണ്, പിശാച്ചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല. എന്താ പറഞ്ഞത്? വസ്വാസ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചാൽ അത് വെറും തോന്നലല്ല. കാരണം എന്താ? പിശാച്ച് ഭൗതികമായി തന്നെ മനുഷ്യനെ ഉപദ്രവിക്കും. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കേവലനെ പിശാച്ച് ജിൻ ഉപദ്രവിക്കും. ഇനിയോ കേവലം വസ്വാസ് എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ടാണ് പറയുന്നത്. വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല. അപ്പൊ വസ്വാസ് കേവലം തോന്നലല്ല. ഇനിയോ കാരണം ആദ്യ നബിയിലും ഭാര്യയിലും പിശാച്ച് നടത്തിയ സ്വാധീനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം വസ്വാസ് എന്നാണ്. അതിനെക്കുറിച്ച് തന്നെ അവല്ല വഴികേടിലാക്കി എന്നും പ്രയോഗിച്ചു കാണാം. ഈ വസ്വാസ് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി എന്നും നമുക്കറിയാം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ മാത്രം കാരണമായ ഒരു വസ്വാസാണ് പിശാച്ച് നടത്തിയതെന്നർത്ഥം. പിശാച്ച് മനുഷ്യനുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് വസ്വാസ്, മസ്, നസഅ്, ഹമസ്, നഫസ്, അസല്, സൈൻ തുടങ്ങിയ പ്രയോഗങ്ങളും ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും. പിശാച്ച് മനുഷ്യനുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലങ്ങളെ കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
കേവലം വസ്വാസല്ല, ഭൗതികമായ പ്രതിഫലങ്ങൾ ഉണ്ടാക്കും. എന്നാൽ സമൂഹത്തിൽ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് രോഗം ഉണ്ടായാലും അത് ജിന്നാണ്, എന്ത് രോഗമുണ്ടായാലും അത് പിശാച്ചാണ്, എന്ത് മാനസിക പ്രശ്നം ഉണ്ടായാലും അത് ജിന്നാണ് എന്ന് പറയുന്നത് ശരിയല്ല. പിശാച്ച് മനുഷ്യരിൽ ഭൗതികമായ പ്രതിഫലങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനും ഹദീസും പറഞ്ഞ എല്ലാ ഭൗതിക ഉപദ്രവങ്ങളും ആ ഹദീസിലും സ്ഥിരപ്പെട്ട ഖുർആൻ പറഞ്ഞു തന്ന മനസ്സിലാക്കി തന്ന സലഫുകൾ മനസ്സിലാക്കിയ രീതിയിൽ ജിന്നിനെയും പിശാച്ചിനെയും പിശാച്ചിന്റെ ഉപദ്രവങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിന്നിന്റെയും പിശാച്ചിന്റെ ഉപദ്രവങ്ങൾ ഭൗതികമല്ല എന്ന് നിഷേധിക്കുന്നവരെയും എല്ലാ എന്ത് പ്രശ്നം ഉണ്ടായാലും പൂച്ചയൊന്ന് തുറിച്ചു നോക്കിയാൽ അത് ജിന്നാണെന്ന് മനസ്സിലാക്കി കറുത്ത പൂച്ചയെ വെടിവെച്ച് കൊല്ലുന്ന കാടൻ സമ്പ്രദായം ജിന്നുവാദികൾ വെച്ചു പുലർത്തിയില്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ അത് യഥാർത്ഥത്തിൽ ജിന്നുബാധയാണെന്ന് പറഞ്ഞ് അവർക്കെതിരിൽ അടിയും തേരമാകാതെ മാനസിക രോഗമായി പ്രയാസപ്പെട്ട ഒരു കുടുംബം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ റിയാദിൽ അവർ നാട്ടിൽ പോയി ചികിത്സ കണ്ടെത്തി സുഖമായി കുടുംബമായി ജീവിക്കുന്നു. ജിദ്ദയിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇബ്ദുർ റഹ്മാൻ ചികിത്സിച്ച് ജിന്നുബാധയാണെന്ന് പറഞ്ഞ കുട്ടി ഇന്ന് സുഖം പ്രാപിച്ചു വരികയാണ് മഞ്ചേരിയിലുള്ളത്. ഇവര് ജിന്നുബാധയാണെന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ കൊണ്ടായ ക്ലിനിക്കിന്റെ തറാപ്പിന്റെ ആളുകളുടെ കോലാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച എന്താണ്, ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ വസ്വാസ് മാത്രമല്ല പിശാച് ഭൗതികമായി തന്നെ മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഈ മനുഷ്യൻ ഈ പുസ്തകത്തെ, ഈ പ്രസ്ഥാനം ഇറക്കിയ കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വസ്തുത നിങ്ങൾ കേൾക്കുക. ഞാൻ അതിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.